നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പെരുമ്പിലാവിലെ ബാറിൽ വെച്ചുണ്ടായ സംഘർഷത്തിൽ 3 യുവാക്കൾക്ക് പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 4-അംഗ സംഘത്തിനെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചാലിശ്ശേരി സ്വദേശികളായ വൈഷ്ണവ്, വിഷ്ണു, എടപ്പാൾ സ്വദേശി വിജിൽ എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ബുധനാഴ്ച രാത്രി 10:30 പെരുമ്പിലാവിലെ KR ബാറിലായിരുന്നു സംഭവം. മദ്യപാനത്തിനിടെയുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ബിയർ കുപ്പി കൊണ്ടുള്ള ആക്രമണത്തിൽ വിഷ്ണുവിൻ്റെ പുറത്ത് ആഴത്തിലുള്ള മുറിവേൽക്കുകയും 37 തുന്നലുകളിടുകയും ചെയ്തു. വിജിലിൻ്റെ മുഖത്തും പരിക്കേറ്റിട്ടുണ്ട്. കൊലപാതക ശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതികളായ ലിഷോയ്, നിഖിൽ, ബാദുഷ, ഇവരുടെ സുഹൃത്തായ അർഷാദ് എന്നിവർ ചേർന്നാണ് യുവാക്കളെ ആക്രമിച്ചത്. കുന്നംകുളം, ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനുകളിലെ ആൻറ്റി സോഷ്യൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് പ്രതികൾ. കഴിഞ്ഞ വർഷം മാർച്ചിൽ കുന്നംകുളം സ്വദേശിയായ അക്ഷയ് എന്നയാളെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് ഇപ്പോൾ ആക്രമണം നടത്തിയ ലിഷോയും, നിഖിലും, ബാദുഷയും. നിലവിൽ ഒല്ലൂർ, ചാവക്കാട്, ചങ്ങരംകുളം എന്നിവിടങ്ങളിൽ താമസിച്ചു വരികയായിരുന്നു ഇവർ. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി കുന്നംകുളം പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. പ്രസിദ്ധമായ അരുവായി ചിറവരമ്പത്തുകാവ് പൂരം കെങ്കേമമാക്കാൻ കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടൽ. പൂരത്തോടനുബന്ധിച്ച് പൂരം കടന്നുപോകുന്ന പ്രധാന ഇടങ്ങളിലെ പുല്ലും മാലിന്യവും വൃത്തിയാക്കി. റോഡിലേക്ക് ചാനമരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റി. ആനകൾ കോലവുമായി വരുമ്പോൾ മരച്ചില്ലകളിൽ തട്ടുന്നത് പതിവായിരുന്നു. ചാനിക്കിടന്നിരുന്ന വൈദ്യുത കമ്പികൾ KSEBയുടെ നേതൃത്വത്തിൽ ഉയർത്തിക്കെട്ടി. പൂരദിവസം ആനകൾക്ക് ടാറിട്ട റോഡുകളിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരിതം ഒഴിവാക്കാനായി ഉച്ചയോടെ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ റോഡുകളിൽ വെള്ളം നനയ്ക്കുകയും ആരോഗ്യപ്രവർത്തകരുടെ നേതൃത്വത്തിൽ മേഖലയിലെ വീടുകളിലെ കിണറുകൾ ക്ലോറിനേഷൻ നടത്തിയിരുന്നു. പൂരം കഴിഞ്ഞ് റോഡും പരിസരവും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കും. പൂരത്തിന് മുന്നോടിയായി ചേർന്ന ആലോചന യോഗത്തിൽ പ്രസിഡന്റ് K. ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്, ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് KG ഗിരീഷ്, പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവർ പ്രസംഗിച്ചു. സർക്കാർ ഏറ്റെടുത്ത പുലിയന്നൂർ സെന്റ് തോമസ് UP സ്കൂളിന്റെ പേര് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം ആരംഭിച്ചു. 1923 ക്രിസ്തീയ സമുദായ അംഗങ്ങളുടെ ശ്രമഫലമായി നിർമ്മിച്ച UP സ്കൂളിന് സെന്റ് തോമസ് എന്നായിരുന്നു പേര് നൽകിയിരുന്നത്. 2021 സ്കൂൾ സർക്കാർ ഏറ്റെടുത്തു. 2022 സെന്റ് തോമസ് എന്ന പേര് മാറ്റി പുലിയന്നൂർ ഗവൺമെന്റ് സ്കൂൾ എന്നാക്കി. സർക്കാർ ഏറ്റെടുത്താൽ സാധാരണ നിലവിലെ പേരിനോട് ഗവൺമെന്റ് എന്ന് ചേർക്കാറാണ് പതിവ്. വേലൂർ, കിരാലൂർ സ്കൂളിന്റെ പേര് ഇത്തരത്തിൽ നിലനിർത്തിയാണ് സർക്കാർ ഏറ്റെടുത്തത്. സ്കൂളിന് പേര് സെന്റ് തോമസ് എന്ന് നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന ഏകദിന ഉപവാസ സമരം തൃശൂർ അതിരൂപത മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ ഫാദർ ഡോക്ടർ ദേവസി പന്തല്ലൂർക്കാരൻ ഉദ്ഘാടനം ചെയ്തു. സെന്റ് തോമസിന്റെ പേരാണ് അന്നും ഇന്നും എന്നും അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ പറ്റി സംശയമില്ല. എങ്കിൽ നിങ്ങളോട് കാണിച്ച ഈ കൊടുച്ചടി അതാരായിരുന്നാലും അത് വെളിപ്പെടണം. അതിന് മര്യാദ ഉണ്ടാവണം. നീതി നിഷേധിക്കപ്പെടരുത്. സർക്കാർ സത്വരമായി നടപടികൾ എടുക്കണം. നിങ്ങളുടെ നിവേദനം ബന്ധപ്പെട്ട ആളുകളുടെ കണ്ണു തുറപ്പിക്കണം. അവർ കാത് പൊട്ടി അടച്ചു കഴിഞ്ഞുകൂടാൻ കണ്ണടച്ചിരുട്ടാക്കാൻ സമ്മതിക്കരുത്. എത്രയും വേഗം ഈ നാടിന് അവകാശപ്പെട്ട, ഈ സമുദായത്തിന്റെ അവകാശമായ, അവിടെ പഠിച്ചിറങ്ങിപ്പോയിട്ടുള്ള ഒരു ആയിരങ്ങളുടെ പൂർവികരുടെ, പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒക്കെ അവർക്ക് സമൂഹത്തിലെ എത്രയോ പ്രമുഖ സ്ഥാനങ്ങളൊക്കെ അലങ്കരിച്ച വ്യക്തികളാകും. അവരുടെയൊക്കെ സുന്ദര പ്രതീക്ഷകളാണ്, അവരുടെ ജന്മ അവകാശമാണ് ഈ പേര് സ്ഥാപിച്ചു കിട്ടുക. തണ്ടിലം പള്ളി വികാരി ഫാദർ ജോൺസൺ അന്തിക്കാടൻ അധ്യക്ഷനായി. ജോൺ കള്ളിയത്ത് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. സമരസമിതി ജനറൽ കൺവീനർ CI പൌലോസ്, വേലൂർ ഫൊറോന വികാരി ജെയ്സൺ തെക്കുംപുറം, സഹവികാരി ജോൺ പേരാമംഗലം, ഡോക്ടർ PV ഔസേപ്പ് മാസ്റ്റർ, ജോസ് ചെമ്പകശ്ശേരി, CP ബാബു, സണ്ണി ചിറയത്ത, PF ലിജോ, KA ഫ്രാൻസിസ്, KL ആന്റണി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തോടൊപ്പം കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വൈസ് പ്രസിഡന്റുമായ തുഷാര ഗിരീഷാണ് അവതരിപ്പിച്ചത്. 33,73,15,668 രൂപ വരവും 29,98,85,517 രൂപ ചിലവും 2,47,30,30,151 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് തുഷാര സുബീഷ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയുടെ വികസനത്തിന് മാത്രമായി 45,07,000 രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്.
കൂടാതെ പാർപ്പിട പ്രശ്നത്തിന് 4,29,89,000 രൂപയും മൃഗസംരക്ഷണത്തിന് 24,92,000 രൂപയും ആരോഗ്യമേഖലയ്ക്ക് 40,90,000 രൂപ, വിദ്യാഭ്യാസത്തിന് 6 ലക്ഷം രൂപ, കുടിവെള്ളം, ശുചിത്വം എന്നിവയ്ക്ക് 60,02,000 പട്ടികജാതി വികസനത്തിന് 80,16,000 രൂപ, വനിതാ വികസനത്തിന് 24,26,000 രൂപ, പശ്ചാത്തല മേഖലയിൽ 1,17,00,000 രൂപയും സദ്ഭരണത്തിന് 10,64,4,000 രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ തമ്പി കെ ജോബ്, രേഖ ജയരാമൻ, സിന്ധു ബാലൻ, വിവിധ വാർഡു മെമ്പർമാർ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പരമേശ്വരൻ നമ്പൂതിരി നന്ദി പറഞ്ഞു. അടുത്ത പഞ്ചായത്ത് യോഗത്തിൽ ബഡ്ജറ്റിന്മേൽ ചർച്ചകൾ നടത്തി അംഗീകാരം നൽകുമെന്ന് പ്രസിഡന്റ് ജ്യോതിഷ് പറഞ്ഞു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഒരുമനയൂർ 3-ാം കല്ല് പാലത്തിനടിയിൽ തൊഴിലാളികൾക്ക് താമസിക്കുന്നതിനായി നിർമ്മിച്ച താൽക്കാലിക ഷെഡുകളിലെ ശുചിമുറി മാലിന്യം റോഡിലേക്ക് ഒഴുകി. സംഭവത്തിൽ ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹ, വാർഡ് മെമ്പർ ഷക്കീർ രായ്മരക്കാർ, സെക്രട്ടറി ഷിബുദാസ് കോമ്പേരി, ക്ലർക്ക് രാജേഷ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. മഴ പെയ്തതിനെ തുടർന്നാണ് മാലിന്യം റോഡിലേക്ക് ഒഴുകിയത്. ചാവക്കാട് പോലീസും സ്ഥലത്തെത്തി. താൽക്കാലിക ശുചിമുറി പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ ഹൈവേ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിച്ചുവെന്നാരോപിച്ച് CPM നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. CPM ചാവക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS അശോകൻ ഉദ്ഘാടനം ചെയ്തു. VGBG അധ്യക്ഷനായി. CK തോമസ്, മഹിളാ അസോസിയേഷൻ നേതാവ് പ്രീജ ദേവദാസ് എന്നിവർ സംസാരിച്ചു. CPM തിരുവത്ര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AC റഷീദ് സ്മാരക മന്ദിരത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം AUP സ്കൂൾ പരിസരത്ത് സമാപിച്ചു. തുടർന്നു ചേർന്ന പൊതുയോഗം CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KH സലാം അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TM ഹനീഫ, PK രാധാകൃഷ്ണൻ, പ്രസന്ന രണദേവ് എന്നിവർ സംസാരിച്ചു. KR ആനന്ദൻ, VG സഹദേവൻ, TM ദിലീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. DYFI കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റിയുടെയും CPM ലോക്കൽ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. തുടർന്നു നടന്ന പ്രതിഷേധ യോഗം CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി TC ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി VK ബാബുരാജ്, ലോക്കൽ കമ്മിറ്റി അംഗം സന്തോഷ് കൊളത്തേരി, DYFI മേഖലാ സെക്രട്ടറി VS ലെനിൻ, ട്രഷറർ അനുമോൻ സീതമ്പി എന്നിവർ സംസാരിച്ചു. CPM പന്നിത്തടം ലോക്കൽ കമ്മിറ്റി പന്നിത്തടം സെന്ററിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PA ഉണ്ണികൃഷ്ണൻ, V ശങ്കരനാരായണൻ, MK ശശിധരൻ, KK മണി, AS സുബിൻ, സുഗിജ സുമേഷ്, KV ഗിൽസൺ, അബ്ദുൾ റഹീം എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറിമാർ, പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു. CPM കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടങ്ങോട് മിൽ സെന്ററിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, വർഗ ബഹുജന സംഘടനാ നേതാക്കൾ എന്നിവർ നേതൃത്വം നൽകി. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ് പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം UV ഗിരീഷ് അധ്യക്ഷനായി. CPM കടങ്ങോട് ലോക്കൽ സെക്രട്ടറി CH സലാം സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം P ബാബു നന്ദിയും പറഞ്ഞു. ചാവക്കാട് മണത്തല ശ്രീചിത്ര ആയുർ ഹോമിന് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർസ് പ്രൊവൈഡേഴ്സ് അംഗീകാരം ലഭിച്ചു. ശ്രീചിത്ര ആയുർ ഹോമിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ MLA NK അക്ബർ NAVH അംഗീകാര സമർപ്പണം നിർവഹിച്ചു. ശ്രീചിത്ര ആയുർ ഹോം ചെയർമാൻ ഡോക്ടർ PV മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭ പ്രതിപക്ഷ നേതാവ് CA ഗോപപ്രതാപൻ, NABH പ്രിൻസിപ്പൽ അസസർ ഡോക്ടർ ഇന്ദുചൂടൻ, ശ്രീചിത്ര ആയുർവേദ അക്കാദമി പ്രിൻസിപ്പൽ ഡോക്ടർ പ്രതിഭ, ഓട്ടോകാസ്റ്റ് മുൻ ചെയർമാൻ CH റഷീദ്, ശ്രീചിത്ര സീനിയർ ഡോക്ടർ നേഹ വരുൺ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഇഫ്താർ വിരുന്നും നടന്നു. വടക്കേക്കാട് ജനമൈത്രി പോലീസും പുന്നൂർകുളം അൻസാർ കോളേജും സംയുക്തമായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വിദ്യാർത്ഥികളിൽ റോഡ് സുരക്ഷാ സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. വടക്കേക്കാട് SHO MK രമേശ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ K ജംഷീന അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ജോയിന്റ് RTO M രമേശ് ക്ലാസിന് നേതൃത്വം നൽകി. ജനമൈത്രി പോലീസ് കോർഡിനേറ്റർ സക്കറിയ കുന്നച്ചാംവീട്ടിൽ സ്വാഗതവും കോളേജ് ചെയർമാൻ വൈശാഖ് നന്ദിയും പറഞ്ഞു. അധ്യാപകരായ അതുൽ, റിനി, ബിന്ദു,
ഷിഫ്ന എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,820 രൂപ, പവന് 1,18,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. ചരമം: ഗുരുവായൂർ താമരയൂർ ഹരിദാസ് നഗർ ചീരൻ പറഞ്ചു ലോനക്കുട്ടി നിര്യാതനായി. 95 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 കാവീട് സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടത്തും. പരേതയായ ത്രേസ്യ ഭാര്യയും ആനി, ജോബി, ലോറൻസ്, ലിസി, ജെസ്സി എന്നിവർ മക്കളുമാണ്. ആർത്താറ്റ് വാഴപ്പള്ളി പരേതനായ വർക്കി മാസ്റ്റർ മകൻ ആന്റണി നിര്യാതനായി. 75 വയസ്സായിരുന്നു. അസോസിയേറ്റഡ് കേപ്സ്യൂൾസ് എന്ന ബോംബെ കമ്പനിയിൽ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസറായിരുന്നു പരേതൻ. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് 5 ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. അൽഫോൺസ ഭാര്യയും സാനി, സാലി എന്നിവർ മക്കളുമാണ്. പോർക്കുളം ചെറുവത്തൂർ പരേതനായ വർഗീസ് ഭാര്യ മാർത്ത നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പോർക്കുളം മാർ ആദായ് ശ്ലീഹ പള്ളി സെമിത്തേരിയിൽ നടത്തും. ലില്ലി, ലിസി, ലിജി, ഷീമോൻ എന്നിവർ മക്കളാണ്. പഴഞ്ഞി കൊള്ളന്നൂർ പരേതനായ തമ്പി ഭാര്യ പ്രസന്ന നിര്യാതയായി. 74 വയസ്സായിരുന്നു. തൊഴിയൂർ CMUP സ്കൂളിലെ റിട്ടയർഡ് പ്രധാനാധ്യാപികയാണ് പരേത. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് 4:30 പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തും. പ്രജീഷ്, അഖില എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.